കോസസ് ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ആണ് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക്. ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കോസസും അതുപോലെ തന്നെ അതിൻ്റെ കോൺസിക്വൻസസ് ആണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണെന്ന് പഠിച്ചതാണ്. എങ്കിലും ഒരു ഇൻട്രൊഡക്ഷൻ പറയാം ഗ്രേറ്റ് ഡിപ്രഷൻ്റെ. ദ ഗ്രേറ്റ് ഡിപ്രഷൻ വാസ് എ സിവിയർ വേൾഡ് വൈഡ് ഇക്കണോമിക് ഡിപ്രഷൻ ഇൻ ദി ഡീക്കേഡ് പ്രിസീഡിംഗ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ സമയത്ത് ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ ഡിപ്രഷൻസിൽ പെട്ട ഒന്നാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദ ടൈമിംഗ് ഓഫ് ദി ഗ്രേറ്റ് ഡിപ്രഷൻ വേരിഡ് അക്രോസ് നാഷൻസ്. ഓരോ നാഷൻസിലും ഗ്രേറ്റ് ഡിപ്രഷൻ ഓരോ സമയത്താണ് ഉണ്ടായിട്ടുള്ളത്. അത് വേരിയേഷൻ ഉണ്ട് അതിൽ സമയത്തിൽ. ബട്ട് ഇൻ മോസ്റ്റ് കൺട്രീസ് ഇറ്റ് സ്റ്റാർട്ടഡ് ഇൻ 1930 ആൻഡ് ലാസ്റ്റഡ് അണ്ടിൽ ദ 1930s ഓർ മിഡിൽ 1940s. പക്ഷേ അധിക സ്ഥലത്തും ഗ്രേറ്റ് ഡിപ്രഷൻ ഒറിജിൻ ചെയ്തിട്ടുള്ളത് 1930ലാണ്. അതുപോലെ തന്നെ 1940s വരെയാണ് അത് നിലനിന്നിട്ടുണ്ടായിരുന്നത്. ഇറ്റ് വാസ് ദ ലോങ്കസ്റ്റ് ഡീപ്പസ്റ്റ് ആൻഡ് മോസ്റ്റ് വൈഡ് സ്പ്രെഡ് ഡിപ്രഷൻ ഓഫ് ദി 20th century. 20th centuryയിലെ ലോങ്കസ്റ്റ് ആയിട്ടുള്ള അതുപോലെ ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ഡിപ്രഷനാണ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഒറിജിനേറ്റഡ് ഇൻ US ആഫ്റ്റർ ദി fall in stock prices that began around September 4, 1929. ഗ്രേറ്റ് ഡിപ്രഷനും ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് US-ലാണ്. എന്തിനു ശേഷമാണ് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ചോദിച്ചാൽ സ്റ്റോക്ക് പ്രൈസസിലുണ്ടായ ഫാളാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള കാരണം. ദാറ്റ് ബിഗാൻ അറൗണ്ട് September 4, 1929. അതായത് സ്റ്റോക്ക് പ്രൈസസിൻ്റെ ഫാൾ ഉണ്ടാവാൻ തുടങ്ങിയത് 1929 September 4ലാണ് സ്റ്റോക്ക് പ്രൈസിൻ്റെ പ്രൈസ് ഫാൾ ചെയ്യാൻ തുടങ്ങിയത്. ഇനി നമുക്ക് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ കോസസ് നോക്കി നോക്കാം. അപ്പോൾ അത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ദ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷാണ്. സ്റ്റോക്ക് മാർക്കറ്റിലുണ്ടായ ക്രാഷാണ് അതിന് കാരണം. അതായത് ദ സ്റ്റോക്ക് മാർക്കറ്റ് സോഡ് ത്രൂ ഔട്ട് മോസ്റ്റ് ഓഫ് ദി 1920s ആൻഡ് ദി മോർ ഇറ്റ് ഗ്രൂ ദ മോർ പീപ്പിൾ വർ ഈഗർ ടു pour money in it and it leads to an excessive rise in the stock market prices beyond what the stock were actually worth. As stock market price fell in September 29, people rushed to sell their stock and the stock market began to collapse. അതായത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടായ ക്രാഷാണ് ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്. അതായത് 1920s സ്റ്റോക്ക് മാർക്കറ്റ് നല്ല രീതിയിൽ ഗ്രൂ ചെയ്തിരുന്ന സമയമാണ്. പക്ഷേ ആ സമയം അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്ത് ചെയ്തിരുന്നു, പണം ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. 1929 ആയപ്പോഴേക്കും സ്റ്റോക്കിൻ്റെയൊക്കെ പ്രൈസസ് കുറയാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ആളുകളൊക്കെ അവരുടെ സ്റ്റോക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, സെല്ല് ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കൊളാപ്സിന് കാരണമായി. അത് എന്തിന് കാരണമായി, ഗ്രേറ്റ് ഡിപ്രഷന് കാരണമായി. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ബാങ്ക് ഫെയിലിയേഴ്സ് ആണ്. അതായത് ബാങ്ക് ഫെയിലിയേഴ്സിൽ പറയുന്നത് പീപ്പിൾ റഷിംഗ് ടു വിഡ്രോ ദെയർ മണി ഫ്രം ബാങ്ക്സ് കോസ്ഡ് മെനി ബാങ്ക് ഫെയിലിയേഴ്സ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ് ആൻഡ് എൽസ്വർ ഇൻ 1933. ഡിക്രീസിംഗ് ദി എമൗണ്ട് ഓഫ് മണി അവൈലബിൾ ഫോർ ലോൺസ്. ഓൾസോ പീപ്പിൾ ഹു ഹാഡ് ടേക്കൺ out loans were unable to pay back the loans. അതായത് ബാങ്ക് ഫെയിലിയേഴ്സിൽ പറയുന്നത് 1930 അതുപോലെ 33 കാലഘട്ടത്തിൽ ആളുകളൊക്കെ ബാങ്കിലുണ്ടായിരുന്ന അവരുടെ പണം വിഡ്രോ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അത് ബാങ്കിന് ലോൺസ് കൊടുക്കാനുള്ള ഫണ്ട് കുറയാൻ അത് കാരണമായി. അതുപോലെ തന്നെ ബാങ്കിൽ നിന്നും ലോൺ എടുത്തവർ അത് റീപേ ചെയ്യാതിരിക്കുകയും ചെയ്തു. അതൊക്കെ ബാങ്ക് ഫെയിലിയേഴ്സിന് കാരണമായി. ബാങ്ക് ഫെയിലിയേഴ്സ് ഗ്രേറ്റ് ഡിപ്രഷനും കാരണമായി. നെക്സ്റ്റ് കോസ് എന്ന് പറയുന്നത് ടു മെനി പുവർ പീപ്പിൾ ആണ്. ദാറ്റ് മേ സൗണ്ട് സോർട്ട് ഓഫ് ഗൂഫി ബട്ട് ഇറ്റ്സ് റിയൽ റീസൺ. വൈൽ ദ ഓവറോൾ ഇക്കോണമി ഹാഡ് സോർഡ് ഇൻ 1920s, most of the wealth was enjoyed by relatively few Americans. In 1929, 40% of the families in the country still living at or below the poverty level. That made them too poor to buy goods and services and too poor to pay their debts. With no markets for their goods, manufacturers had to lay off tens of thousands of workers, which of course just create more people. അതായത് ടു മെനി പുവർ പീപ്പിളിൽ പറയണത് അതായത് 1920s യുണൈറ്റഡ് നേഷൻസിൻ്റെ ഇക്കോണമി നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സമയമായിരുന്നു. എങ്കിലും അമേരിക്കയിൽ അവിടെ സമ്പത്തിൻ്റെ മുക്കാൽ ഭാഗവും ഫ്യൂ അമേരിക്കൻസ് മാത്രമാണ് എൻജോയ് ചെയ്തിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന അമേരിക്കൻസിൽ പകുതിയിലധികം ആളുകളും ബിലോ പോവർട്ടി ലൈനിൽ ആയിരുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സേവനങ്ങൾക്കും വേണ്ടിയിട്ടുള്ള ക്യാഷ് പോലും അവിടെ കയ്യിൽ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു റീസണാണ്, ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു റീസണാണ്. നെക്സ്റ്റ് വൺ ഫാം ഫെയിലിയേഴ്സ് ആണ്. ഫാം ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ മെനി അമേരിക്കൻ ഫാമേഴ്സ് were already having a hard time before the depression, mostly because they were producing too much and farm product prices were too low. The situation was so bad in some areas that farmers burned corn for fuel rather than sell
it. ഫാം ഫെയിലിയേഴ്സ് എന്ന് പറഞ്ഞാൽ അമേരിക്കയിലുണ്ടായിരുന്ന ഫാമേഴ്സിന് ഓൾറെഡി ഗ്രേറ്റ് ഡിപ്രഷന് മുമ്പ് തന്നെ അവർക്ക് ഹാർഡ് ടൈം ആയിരുന്നു. അവർ ഒരുപാട് പ്രൊഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുമായിരുന്നു, പക്ഷേ അവരുടെ പ്രൊഡക്ട്സിനൊക്കെ ലോ പ്രൈസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അത് ഫാം ഫെയിലിയേഴ്സിന് കാരണമായി. ഫാം ഫെയിലിയേഴ്സ് ഗ്രേറ്റ് ഡിപ്രഷനും കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് കോസ് എന്ന് പറയുന്നത് എൻവിയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് ആണ്. The production of vast crops during World War I and the decade that followed resulted in overplowing of much of America's farmland. The prairie grasses that held topsoil in place were stripped, coupled with one of the worst drought in recorded history. The unprotected soil turned the Great Plains into what would become known as the Dust Bowl. Dry winds picked up tons of topsoil and below it across the prairies, creating huge suffocating clouds of dirt that buried downs and turned farms into deserts. എൻവിയോൺമെൻറ്റൽ ഡിസാസ്റ്ററും ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കോസാണ്. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ യുണൈറ്റഡ് നേഷൻസിലൊക്കെ അതായത് ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ സമയത്ത് ആളുകളൊക്കെ ഒരുപാട് ക്രോപ്സ് പ്രൊഡ്യൂസ് ചെയ്തിരുന്നു. അവർ ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ടോപ്പ് സോയിലുണ്ടായിരുന്ന ഗ്രാസസ് ഒക്കെ വെട്ടിക്കളയാൻ തുടങ്ങി. അപ്പോൾ അത് എൻവിയോൺമെൻറ്റൽ ഡിസാസ്റ്ററിന് കാരണമായി. അതായത് മണ്ണിൻ്റെ മുകളിൽ അവരുടെ ലാൻഡിൻ്റെ മുകളിൽ ഉണ്ടായിരുന്ന ഒരു തരം ഗ്രാസ് അവർ വെട്ടാൻ തുടങ്ങി, അവർക്ക് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അത് ഡ്രോട്ടിനും അതുപോലെ തന്നെ പൊടിക്കാറ്റ് തുടങ്ങിയ എൻവിയോൺമെൻറ്റൽ ഡിസാസ്റ്റർ ഉണ്ടാക്കി. അതും ഗ്രേറ്റ് ഡിപ്രഷന് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഗവൺമെൻറ് ഇനാക്ഷൻ ആണ്. റാദർ ദാൻ ട്രൈ ടു ജംപ് സ്റ്റാർട്ട് ദ ഇക്കോണമി ബൈ പുഷിംഗ് ദി ഫെഡറൽ റിസർവ് സിസ്റ്റം ടു ലെൻഡ് മണി ടു ബാങ്ക് അറ്റ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ആൻഡ് പമ്പിംഗ് മണി ഇൻ ടു ദി ഇക്കോണമി ത്രൂ ഫെഡറൽ പബ്ലിക് വർക്ക്സ് പ്രൊജക്ട്, the Hoover administration did nothing at first, then took small and tentative action that were not enough to head things off. അതായത് ഗവൺമെൻറ് ഇനാക്ഷനും ഗ്രേറ്റ് ഡിപ്രഷൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ്. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ്റെ സമയത്ത് ആളുകളൊക്കെ ദുരിതം അനുഭവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. ആ സമയത്ത് ജനങ്ങൾക്ക് ലോവസ്റ്റ് ഇൻട്രസ്റ്റ് റേറ്റിൽ ബാങ്കിൽ നിന്ന് ലോൺ കൊടുക്കുന്നതിലേക്ക് ഗവൺമെൻറ് അനാസ്ഥ കാണിച്ചു. അതുപോലെ തന്നെ ആദ്യമൊക്കെ അനാസ്ഥ കാണിച്ചെങ്കിലും പിന്നീട് അവർ ടെമ്പററി ആക്ഷൻസ് ഒക്കെ എടുത്തു. പക്ഷെ അത് മറികടക്കാൻ, അതിൽ സർവൈവ് ചെയ്യാൻ ഇനഫ് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ഇനാക്ഷനും ഗ്രേറ്റ് ഡിപ്രഷനും ഒരു കാരണമാണ്. നെക്സ്റ്റ് ഇത്രയും പറഞ്ഞ പോയിന്റുകളാണ് കോസസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് കോൺസിക്വൻസസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ആണ്. ഗ്രേറ്റ് ഡിപ്രഷൻ്റെ പ്രത്യാഘാതങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. എക്കണോമിക് ക്രൈസിസ് സ്പ്രെഡ് ഫ്രം ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ടു ദ റെസ്റ്റ് ഓഫ് ദി വേൾഡ് ആസ് ഇൻ്റർനാഷണൽ ട്രേഡ് ഡിക്ലൈൻഡ്. അതായത് എക്കണോമിക് ക്രൈസിസ് യുണൈറ്റഡ് സ്റ്റേറ്റിലാണ് അതായത് US-ലാണ് അത് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ലോകത്തിൻ്റെ ബാക്കി ഭാഗങ്ങളിലൊക്കെ അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. അത് ഇൻ്റർനാഷണൽ ട്രേഡ് കുറക്കാൻ അത് കാരണമായിട്ടുണ്ട്. നെക്സ്റ്റ് വൺ അബ്രപ്റ്റ് ഡിക്ലൈൻ ഇൻ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഒക്കേർഡ് അറൗണ്ട് ദി വേൾഡ്. ലോകത്തിലെ ആളുകളുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കുറയാനും ഗ്രേറ്റ് ഡിപ്രഷൻ മൂലം കാരണമായിട്ടുണ്ട്. ആസ് ഡിമാൻഡ് ഫോർ ഗുഡ്സ് ആൻഡ് സർവീസസ് ഫെൽ മെനി കമ്പനീസ് വർ ഫോഴ്സ്ഡ് ടു ഷട്ട് ഡൗൺ, ഇൻക്രീസിങ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെയൊക്കെ ഡിമാൻഡ് കുറഞ്ഞതോടുകൂടെ ഒരുപാട് കമ്പനീസ് ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി ഫോഴ്സായി. അവരെന്ത് ചെയ്തു? അവരുടെ കമ്പനീസൊക്കെ ഷട്ട് ഡൗൺ ചെയ്യാൻ വേണ്ടി തുടങ്ങി. അതെന്തിന് കാരണമായി? അൺഎംപ്ലോയ്മെൻറ്റ് കൂടാൻ വേണ്ടിയിട്ട് അത് കാരണമായി. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡ്രോപ്ഡ് ബൈ നിയർലി 47%. അതായത് യുണൈറ്റഡ് സ്റ്റേറ്റിലൊക്കെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനൊക്കെ 47% കുറഞ്ഞു. അതുപോലെ തന്നെ ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് അതായത് GDP ഡിക്രീസ്ഡ് ബൈ 30%. GDP 30% കുറയുകയും ചെയ്തു. ആൻഡ് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലൈംബ്ഡ് പാസ്റ്റ് 20%. അൺഎംപ്ലോയ്മെൻറ്റ് മുമ്പുണ്ടായിരുന്നതിനേക്കാളും 20% കൂടുകയും ചെയ്തു. Next point, by 1933, 20% of banks failed because of banking banking panics കാരണം 1933 അതുപോലെ 30 കാലഘട്ടങ്ങളിലൊക്കെ 20% ഓഫ് ബാങ്ക്സും ഫെയിലിയറിന് കാരണമായി. നെക്സ്റ്റ് പോയിന്റ്, എക്സ്പാൻഷൻ ഓഫ് ദി വെൽഫെയർ സ്റ്റേറ്റ് ആസ് വെൽ ആസ് ലേബർ യൂണിയൻസ് ആൻഡ് ഓർഗനൈസ്ഡ് ലേബർ ഒക്കേർഡ് ഇൻ ദി യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആൻഡ് എൽസ്വെയർ. അതായത് ഗ്രേറ്റ് ഡിപ്രഷന് ശേഷം യുണൈറ്റഡ് സ്റ്റേറ്റിലും അതുപോലെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും വെൽഫെയർ സ്റ്റേറ്റ് പോലെയുള്ള ലേബർ യൂണിയൻസ് ഒക്കെ എന്ത് ചെയ്തു? വരാൻ തുടങ്ങി.
Next point, the US Securities and Exchange Commission and other regulatory agencies were established for increased government oversight of financial market. ഗവൺമെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് കമ്മീഷൻസ് പോലെയുള്ള റെഗുലേറ്ററി ഏജൻസീസ് ഒക്കെ എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്യാൻ തുടങ്ങി. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെൻറ്റ് ഓഫ് കെയ്നീഷ്യൻ എക്കണോമിക്സ്. കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഡെവലപ്മെൻറ്റും ഗ്രേറ്റ് ഡിപ്രഷൻ്റെ ഒരു കോൺസിക്വൻസ് ആണ്. അപ്പോൾ ഇത്രയാണ് ഇതിൽ പറയുന്നത്. അതായത് ഗ്രേറ്റ് ഡിപ്രഷൻ എന്താണ്, അതുപോലെ കോസസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ ആൻഡ് കോൺസിക്വൻസ് ഓഫ് ഗ്രേറ്റ് ഡിപ്രഷൻ. ഓക്കെ, താങ്ക്സ്.